ഇന്ന് ലോക വനിതാ ദിനം. ലോകം ഇന്ന് വനിതകളെ വാഴ്ത്തുമ്പോൾ ഇവിടെ കേരളത്തിൽ വനിതകൾ തങ്ങളുടെ ജീവിതങ്ങൾ നിലനിർത്താനുള്ള വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 26 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. നമ്മുടെ സമരം രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 26 ദിവസം പൂർത്തിയാകുകയാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് നൽകുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, 2022 മാർച്ച് 2-ന് പുറപ്പെടുവിച്ച വിരമിക്കലിനെ സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 26 ദിവസമായി രാപ്പകൽ സമരം നടത്തുന്നത്. ഈ സമരം ഇന്ന് സമരം ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിൻ്റെ ന്യായയുക്തത കൊണ്ടും ഈ സമര രീതി കൊണ്ടും ഇത് സംസ്ഥാനം ഒട്ടാകെയുള്ള മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പിന്തുണ ആർജിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുവാൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകളും ഈ സമരത്തോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ ഡിമാൻഡുകളോട് സർക്കാർ ഈ 26 ദിവസമായിട്ട് മുഖം തിരിച്ച് നിൽക്കുകയാണ്. പക്ഷേ സർക്കാർ നമ്മളുടെ വിഷയം ഈ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. അത്തരത്തിൽ സർക്കാരിന് പരിഹരിക്കുവാൻ കഴിയുന്ന ഡിമാൻഡുകളെ നമ്മൾ വെച്ചിട്ടുള്ളൂ. സർക്കാരിനെ ഒരു തരത്തിലും എന്തെങ്കിലും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഡിമാൻഡുകളും നമ്മൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തൊഴിലാളി സമരമായി ഈ സമരം മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളാണ് ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് നമുക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ രാപ്പകൽ സമരവുമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടാവും. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന് ചുരുക്കപ്പേരായ ആശ എന്നത് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ഒരു സാമൂഹ്യാരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. ഇവർ ഗ്രാമീണ മേഖലകളിലും പിന്നോക്ക സമൂഹങ്ങളിലും ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നു. ആശാ വർക്കർമാർ പ്രധാനമായും ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണം, ശിശു സംരക്ഷണം, മാതൃശിശുക്ഷേമം, പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ എന്നിവയ്ക്കായി ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനം ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെടുന്നത് അത് സ്ത്രീ തൊഴിലാളികളുടെ പോരാട്ട വീര്യത്തിൻ്റെ സ്മരണ ദിനം ആയതുകൊണ്ടാണ്. സ്ത്രീ തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതിൻ്റെ സ്മരണയ്ക്ക് റഷ്യയിൽ ഏകാധിപതിക്കെതിരെയുള്ള മഹാവിപ്ലവത്തിൽ ഏകാധിപതിക്കെതിരെ ഭയമന്യേ വഴികളിൽ തെരുവുകളിൽ ഇറങ്ങി ഞങ്ങൾക്ക് അപ്പം തരൂ എന്ന് ആവശ്യപ്പെട്ട സ്ത്രീജനങ്ങളുടെയും ധൈര്യത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഈ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾ, സ്ത്രീ ശാക്തീകരണം, ഇതൊന്നും ഒരു ഭരണകൂടത്തിൻ്റെയും ഭിക്ഷയല്ല. നേരെ മറിച്ച് സ്ത്രീകൾ പോരാടി നേടിയതാണ്. അങ്ങനെ ഒരു പോരാട്ടമാണ് നമ്മുടെ പുറകിൽ അവിടെ നടക്കുന്നത്. 28 ദിവസമായി കേരളത്തിനെ മഹാമാരിയിൽ നിന്ന് കാത്തുരക്ഷിച്ച ഒരു സ്ത്രീ സേന ദിവസം 232 രൂപ മാത്രം കൂലി കിട്ടുന്ന
ഒരു വിഭാഗം അവരുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒപ്പം ഈ വനിതാ ദിനത്തിൽ മലയാളി എന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തരും നിൽക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളോട് അനുഭാവമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഓരോ മനുഷ്യരും ഇവരോടൊപ്പം നിൽക്കാൻ ഇന്ന് ബാധ്യസ്ഥരാണ്. ഇവരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് അധികാരിവർഗം പറയുന്നത്. അധികാരിവർഗം രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? 232 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ഏതാനും മനുഷ്യർ വന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് പറയുന്ന മനസ്ഥിതി എന്ത് മനസ്ഥിതിയാണെന്ന് എനിക്ക് വിവരിക്കാൻ പോലും പറ്റുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഇതുപോലെ മനുഷ്യരുടെ ജീവൻ മരണ പ്രശ്നങ്ങളെ പോലും ഈ കടികൂടാനുള്ള ഒരു വസ്തുവാക്കി തീർക്കുന്നതിലെ അധമത്വം ഭരണകക്ഷി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ അവസ്ഥ. ഈ അവസ്ഥയെ എന്നാൽ അതേസമയം അവരുടെ തന്നെ നേതാക്കൾ സ്ത്രീകൾക്ക് എതിരെ അഴിച്ചുവിടുന്ന അങ്ങേയറ്റം വൃത്തികെട്ട തരത്തിലുള്ള പരാമർശങ്ങളും ആക്രമണങ്ങളും അതിലെ രാഷ്ട്രീയം, അതായത് പിതൃമേധാവിത്വ രാഷ്ട്രീയം ഇവരോട്ട് കാണുന്നുമില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരളത്തിലെ സ്ത്രീകൾ ഇനി ഇത് സഹിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ വിഭാഗക്കാരോട് 6145 ആശാ വർക്കർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം, അതിജീവന സമരം 26ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ സജീവമായൊരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന 232 രൂപയിൽ നിന്നും 700 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി ഏറ്റവും ചുരുങ്ങി നൽകണമെന്ന ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഗവൺമെൻറ് ഒരു അനുകൂല നടപടിയെടുക്കുവാനോ ചർച്ച ചെയ്യുവാനോ തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ ഇന്ന് ഈ സമരത്തോടൊപ്പം ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ നല്ല മനുഷ്യരും ഈ സമരത്തോടൊപ്പം വന്ന് എത്തിച്ചേരുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും ആവേശകരമായിട്ടുള്ളൊരു ദിനമാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ ദിനം ഇവിടെ വളരെ വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് വനിതകൾ ഇവിടേക്ക് കടന്നു വരികയാണ്. ഇന്ത്യയിലെ തന്നെ വളരെ അറിയപ്പെടുന്ന വനിതകൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ആശമാരോടൊപ്പം എന്നൊരു ക്യാപ്ഷൻ വെച്ചുകൊണ്ട് ഇതിനോടകം സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞു. ലഭിക്കുന്ന ഓണറേറിയം തുച്ഛമാണെന്നും തൊഴിൽ സുരക്ഷയും സാമൂഹിക സുരക്ഷയും ഇല്ലെന്നും ആശാ വർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാർ സമരം നടത്തുകയാണ്. സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇവയെല്ലാമാണ്: ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ പ്രായവും ആനുകൂല്യങ്ങളും വ്യക്തമായി നിശ്ചയിക്കുക, തൊഴിൽ സ്ഥിരപ്പെടുത്തുക, മാസവേതനം കൃത്യസമയത്ത് വിതരണം ചെയ്യുക, യൂണിഫോം അനുവദിക്കുക എന്നിവയൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് 2ാമത്തെ ദിവസമാണ് ഞാൻ ഇവരോടൊപ്പം ചേരുന്നത്. ഞാൻ കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. ഒപ്പം കൊല്ലം DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. 1857 ന്യൂയോർക്കിലെ ഫാക്ടറികളിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു സമരം, ഒരു കൂട്ടം സ്ത്രീജനങ്ങളുടെ സമരം, അതാണ് ഇന്ന് നമ്മൾ ലോകമെമ്പാടും വനിതാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് വനിതാ ദിനത്തിലെ ഈ ആശാ വർക്കർമാരുടെ സമ്മേളനത്തിൽ വനിതാ ദിന ആഘോഷത്തിന് അവരോടൊപ്പം ചേരുവാൻ, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം ആശാ വർക്കർമാരുടെ ജോലി എത്രത്തോളം കഠിനമാണെന്ന്, എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണെന്ന് നമുക്കറിയാം. ആ സമരം നടത്തുന്ന അവർക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് 27 ദിവസങ്ങൾ സമരത്തിൽ ഈ മഴയത്തും വെയിലത്തും ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് അവർ സമരം ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ അവരുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവരിവിടെ ഈ സമരവേദിയിലായിരിക്കുന്നത്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമുക്കറിയാം സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ. ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ട് അവർ ജോലി ചെയ്യുന്ന ജോലി എത്രമാത്രം മഹത്വമാർന്ന ജോലിയാണെന്നുള്ളത് ഇന്ന് ഈ നമ്മളുടെ ഭരണകർത്താക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മളുടെ ഭരണം കൈയാളുന്ന വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് ഈ സ്ത്രീകളുടെ
ഈ ന്യായമായ അവകാശങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല. തീർത്തും അതിജീവനത്തിൻ്റെ സമരമാണിത്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. അപ്പോൾ ലോകമെമ്പാടും മാതൃദിനം, നമ്മളുടെ വനിതാ ദിനം ആഘോഷിക്കുമ്പോഴേ ഇവിടെ കുറേ അമ്മമാർ സമരപ്പന്തലിലാണ്. വെയിലും ചൂടും മഴയുമേറ്റ് അവരുടെ സമരപ്പന്തലിൽ അവർ നിൽക്കുന്നത് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിജീവനത്തിൻ്റെ പാതയിലാണ്. എല്ലാ നല്ല മനുഷ്യരും, സമൂഹത്തിൻ്റെ എല്ലാ നല്ല മനുഷ്യരും ഇവർക്ക് പിന്തുണയേകണം. സാമൂഹിക സാംസ്കാരിക നായകന്മാരൊക്കെ ഇവർക്ക് പിന്തുണയേകണം. സമൂഹം ഒറ്റക്കെട്ടായിട്ട് വന്ന് അവർക്ക് പിന്തുണയേകൊണ്ട് ഈ സമരം വിജയിപ്പിക്കുവാനുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കണം, അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഈ സമരം വിജയിക്കുന്നത് വരെ ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാകും. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതറ്റം വരെ നിങ്ങൾ പോകും, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന്. ആ വാക്ക് നമ്മൾ പാലിക്കുകയാണ്. ഈ സമരവേദിയിൽ ഇനിയും നമ്മൾ ഉണ്ടാകും. അവരോടൊപ്പം നമ്മൾ സമരവേദിയിൽ തന്നെ ഉണ്ടായി. ഇത് വിജയിക്കുന്നത് വരെ നമ്മൾ ഉണ്ടാകും. ഞങ്ങൾ ഇന്ന് 26ാമത്തെ ദിവസമാണ് നമ്മൾ ഈ സമരഭൂമിയിൽ നിൽക്കുന്നത്. വനിതകളാണ്. പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് വെയിലും മഴയും ഒന്നുമില്ലാതെ നമ്മൾ അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമരത്തിന് വിജയം കാണുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടാനോ സർക്കാരിനെതിരെയോ ഒന്നിനുമല്ല, നമ്മുടെ അതിജീവനത്തിനുള്ള സമരമായിട്ടാണ് ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകുന്നത്. തുടക്കത്തിൽ ഒരു സംഘടനയും ഞങ്ങളെ നോക്കിയിട്ടില്ല. 2 ദിവസം കഴിയുമ്പം പോകും എന്നുള്ള ഒരു രീതിയിലായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടത്. പക്ഷേ നമ്മുടെ സമരം ഒന്നിനൊന്നിന് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ പങ്കാളിത്തങ്ങൾ കൂടി വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ സമരത്തിൽ എന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ളത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തികളും, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഓരോ സംഘടനകളും നമ്മളെ വന്ന് വ്യക്തിപരമായിട്ട് അല്ലാതെയും കൂട്ടത്തോടെ എല്ലാം ഈ കേരളത്തിലുള്ള എല്ലാ ജനതകളും നമ്മളെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം നല്ല അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജോലിയിൽ പല ഭീഷണികളും ഉണ്ടായി. അതൊന്നും വകവയ്ക്കാതെ നമ്മളെല്ലാ ആശാമാരും ഈ സമരത്തിന് മുന്നോട്ട് പോവുകയാണ്. പല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിലും ആശമാരെന്നുള്ള രീതിയിൽ ഓരോ ആശയം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമരം ആവശ്യമാണെന്നുള്ളത് എല്ലാ ആശമാർക്കും മനസ്സിലാവും. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഒരു സമരത്തിനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ കേരളത്തിലെ 26,000 പര ആശമാർക്കും ഇത് ഞാനൊരു ആശ എന്നുള്ള വ്യക്തിയാണെങ്കിൽ ഈ സമരം എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം. സർക്കാർ സമരത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആശാവർക്കർമാർ ആരോപിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കുകയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചു. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്നത് വിരോധാഭാസമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. സമരം തുടരുകയാണ്. ആശാവർക്കർമാർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ ആരോഗ്യമേഖലയുടെ അടിത്തറയായ ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വേദിയൊരുക്കിയിട്ടുണ്ട്. സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആശാ വർക്കറുടെ അവകാശം മാത്രമാണ്, അവരുടെ റൈറ്റാണ്. ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ഫീൽഡിൽ ഡോക്ടേഴ്സിന് പോലും എത്താൻ പറ്റാത്ത സ്ഥലത്ത് കറക്റ്റിന് ചെല്ലുകയും വേണ്ട സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ഗവൺമെൻറ് ഫോം ചെയ്തപ്പം അതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് ഡോക്ടേഴ്സ്, ദേ ഹാവ് ടു ഈച്ച് ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് എല്ലാവർക്കും, വില്ലേജിലുള്ള എല്ലാവർക്കും ഹോസ്പിറ്റലിൽ എത്താൻ പറ്റത്തില്ല. അപ്പം അതിനൊരു സഹായമായിട്ടാണ് ഈ ആശാ വർക്കേഴ്സിനെ ഗവൺമെൻറ് വെച്ചത്. അപ്പോൾ അവർ ജോലിയുണ്ട്. അവരുടെ ആദ്യം പറഞ്ഞിരുന്നത് അവർ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി, അത് കഴിഞ്ഞ് അവർക്ക് വേറെ ജോലിക്ക് പോകാം. ഇപ്പം അങ്ങനല്ല, അവർ കൂടുതൽ മണിക്കൂർ അവരെ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളം തുച്ഛമായ ശമ്പളമാണ്. ഇന്ന് സാധനങ്ങളുടെ വില അങ്ങേയറ്റമാണ്. ആശാ വർക്കർക്കും പണക്കാരനും പ്രത്യേകിച്ച് കടകളിൽ സാധനങ്ങൾക്ക് വ്യത്യാസമില്ലല്ലോ. ഒരേ പേയ്മെൻ്റ് അല്ലേ അവർ കൊടുത്ത സാധനം വാങ്ങിക്കേണ്ടത്. സാധനങ്ങളുടെ വില അങ്ങേയറ്റം. അവരെങ്ങനെ ജീവിക്കും ഈ സാധാരണക്കാർ? അവർക്ക് കിട്ടേണ്ട അവരുടെ അവകാശമാണ്, അത് ചെയ്തേ പറ്റൂ. ഇന്ന് 27 ദിവസമായി. അവരെല്ലാം അമ്മമാരാണ്, അവർക്കെല്ലാം വീടുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. അവരെ എല്ലാം
ത്യജിച്ചുകൊണ്ടാണ് ഇവർ വന്ന് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ അവകാശം കിട്ടിയേ പറ്റൂ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കോവിഡ് സമയത്ത് അവരാണ് കൂടുതൽ വർക്ക് ചെയ്തത്. അവർക്ക് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നത് അവർ എക്സ്ട്രാ ജോലി ചെയ്യുമ്പോഴാണ്. അത് പോരാ, അവർക്ക് റെഗുലറായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധാരണ ശമ്പളം കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നു. ഇത് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. സത്യമായിട്ടും അവർക്ക് കിട്ടേണ്ടതാണ്. ഈ വനിതകൾ 26 ദിവസമായിട്ട് ഞങ്ങളിന്നിവിടെ ഈ വെയിലത്തും മഞ്ഞത്തും മഴയത്തും ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇന്നത്തെ ഈ വനിതാ ദിനത്തിന് ഞങ്ങൾക്ക് മന്ത്രി ഇന്നൊരു മറുപടി തരുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ വെയിലത്ത് ഈ ആശമാരെന്ന് പറയുമ്പോൾ അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, പ്രായം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, എല്ലാ പേരും ഉണ്ട്. അവർക്ക് മന്ത്രി ഇന്നൊരു തീരുമാനം അറിയിക്കുന്നു വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് മന്ത്രി ദയവ് ചെയ്ത് ഒരു മറുപടി തരണം. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ത്രീകളാണ്. സ്ത്രീകളുടെ മിക്ക കാര്യങ്ങളും ഒരു വനിതാ മന്ത്രിയായ, അതായത് ആരോഗ്യവകുപ്പ് മന്ത്രിയായ വനിതയ്ക്ക് സ്ത്രീകളുടെ വിഷമവും ദുഃഖവും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും ദിവസം ഞങ്ങൾ 26 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ മന്ത്രിക്ക് ഞങ്ങളുടെ ഒന്ന് ഉറ്റുനോക്കാനോ, ഞങ്ങളെ മനസ്സിനകത്ത് ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷമം എന്തെന്നോ ഞങ്ങളിൽ ഒരാളായി ഒന്ന് ചിന്തിച്ച് നോക്കിയാലും അറിയാൻ പറ്റും. ഈ ഇരിക്കുന്ന ആശമാർ അത്രയും ഒരു പേരുടെയും വിഷമവും ജീവിത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വീട്ടിലെ ഭർത്താവുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ഭർത്താവില്ലാത്തവർ, വിധവകളുണ്ട്. പക്ഷേ ഇതെല്ലാം മാനിക്കുന്ന ഒരു മന്ത്രിയായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോടകം ഒരു മറുപടി കിട്ടുമായിരുന്നു. ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ധാരാളം വനിതകൾ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ധാരാളം വനിതകൾ നാളെ വരുന്നുണ്ട്, ഇവിടെ ഐക്യദാർഢ്യത്തിനായി വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതിന് ഒത്തിരി സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നായാലും മക്കളായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മമാരായാലും അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതും. ഈ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് 27 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ പട്ടിണിയും പഴിയും കിടന്ന് ഈ സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ സർക്കാരും അതുപോലെ ജനങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ നിത്യ തൊഴിലിന് നിത്യവേതനം കിട്ടണമെന്നുള്ള ഒറ്റ ആവശ്യം കൊണ്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. അവർ പട്ടിണിയും പഴിയും കിടന്ന് അവരുടെ കുടുംബവും കളഞ്ഞുകൊണ്ട് ഈ കൊറോണ സമയത്തെല്ലാം 2019 അവർ വളരെ ദുഃഖത്തോടെ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ ഈ ആശാവർക്കർമാരുടെ ദയനീയ അവസ്ഥകൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കാതെ അവർക്ക് പൂർണ്ണമായ പിന്തുണയും അതുപോലെ തന്നെ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് കേരള മഹിളാ ഫെഡറേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി CMBയുടെ മഹിളാ ഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായ ഞാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അവരും വളരെ ബുദ്ധിമുട്ടുകയാണ്. ഈ ആശാവർക്കർമാർ രാവിലെ മുതൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അവരുടെ വീട്ടിലെ പട്ടിണിയും പഴിയും എല്ലാം കളഞ്ഞിട്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെയും വില കൂട്ടിയ ഈ സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാവരും വില കൂട്ടിയിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ സമരം തുടങ്ങിയത്. അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്ന് മാർച്ച് 8 വനിതാ ദിനമാണ്. ഞങ്ങളുടെ പല സംഘടനക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ CMBയുടെ പ്രാതിനിധ്യം ഇവിടെ തെളിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പിന്തുണയും CMBയുടെ, അതായത് സഹാവ് CP ജോൺ സാറിൻ്റെ പ്രവർത്തനത്തിൽ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ ഇവിടെ ആശംസിക്കുകയാണ്. അവർക്ക് നല്ല ആനുകൂല്യങ്ങൾ നൽകണം, അവരുടെ സംരക്ഷിക്കുന്ന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് എനിക്ക് പറയാനുള്ളത്. സർക്കാർ കണ്ണു തുറന്ന് അവരെ സഹായിക്കണം. അവരുടെ ഈ സമരം സഹോദരങ്ങളെ അവസാനിപ്പിക്കുന്നതിന് എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ കണ്ണു തുറന്നാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. സ്ത്രീകൾ
സ്ത്രീകൾക്ക് തുല്യ വേതനം നൽകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇന്ന് സ്ത്രീകൾക്ക് തുല്യ വേതനം നൽകാതെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലാനല്ല, അവരെ നമ്മൾ സംരക്ഷിക്കുക, അവരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സർക്കാരായി മാറുവാൻ അവരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഈ തെരുവിൽ ഇന്ന് ഈ വനിതാ ദിനത്തിനും ഈ തെരുവിൽ വന്ന് അവർ ഈ സമരം നടത്തുവാൻ അവരെ വിളിച്ച് അവർ എല്ലാ ജനങ്ങളെയും ഇവിടെ ഈ സമരത്തിലേക്ക് വലിച്ചു വേഴിച്ചത് സർക്കാരാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സർക്കാർ ഇത്രയും മോശമായ ഒരു നടപടി എടുക്കാൻ അല്ല ഞങ്ങൾ സമരം ഇത് തുടങ്ങിയിരിക്കുന്നത്. ഈ സമരത്തിൽ ഒരുപാട് ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുക. PHC വരുക, ഞങ്ങളുടെ PHCയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ മാഡവും പിന്നെ JPSനും ഒക്കെ ഞങ്ങൾക്ക് സമരത്തിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള PHC ഞങ്ങൾക്ക് വലിയ പീഡനങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ 27 ദിവസം കൊണ്ട് ഇത്രയും വനിതകൾ ഈ ഒരു വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത് ഈ സർക്കാരിന് കാണാൻ കഴിയത്തില്ലേ? ഈ സർക്കാരിനൊക്കെ എന്തുമാത്രം യാത്രകൾക്കൊക്കെ എന്തുമാത്രം പൈസ വിനിയോഗിക്കുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും ദിവസം ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് മാറി നിന്നാൽ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇത്രയും ആശമാർ ഇത്രയും ഈ വെയിലത്തും ഇവിടെ എല്ലാം കഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ സർക്കാരിന് കണ്ണില്ലേ കാണാൻ? എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണണ്ടേ? വലിയ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ ആവശ്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും സർക്കാർ ഒന്ന് അംഗീകരിച്ച് ഇതിനൊന്നൊരു പരിഹാരം കാണണ്ടേ? ഞങ്ങൾ എത്ര ദിവസമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് കിടക്കുക. ഓരോരുത്തരും ഇങ്ങനെ കുഞ്ഞുങ്ങളെയും അല്ല വയ്യാത്തവരെയും വീട്ടിലുള്ള അവസ്ഥകളെല്ലാം മറന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഈ സർക്കാർ അംഗീകരിച്ച് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തരണ്ടേ? ഇതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഇതിന് ഒന്ന് നോക്കാനോ കാണാനോ ഇത് വിവരങ്ങൾ അന്വേഷിക്കാനോ പോലും സർക്കാർ ഇതുവരെ വന്നിട്ടില്ല. ഇവരെല്ലാം സർക്കാരിനെ അനുകൂലിച്ച സ്ത്രീകളുമാണ് ഇവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇത്രയും കണ്ണീർ ചോരയില്ലാതെ ഒരു പ്രവൃത്തി, ഇത്രയും ക്രൂരമായത്. എന്തെല്ലാം സമര പരിപാടികൾ നേരത്തെ നടന്നിട്ടുണ്ട് എത്രയോ ദിവസങ്ങൾ. പക്ഷേ ഇതുപോലെ ഈ ആശമാരുടെ സമരം, ചെറിയ ചെറിയ ആവശ്യങ്ങളായിട്ട് വന്ന് കിടക്കുന്ന ഈ ആശമാരുടെ സമരത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സർക്കാരിൻ്റെ കണ്ണില്ലേ? ഇത്ര കണ്ണീർ ചോരയില്ലാതാണ് ഈ സർക്കാരിങ്ങനെ. ഇതിൻ്റെ മുന്നിൽ കടയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ സർക്കാർ. ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം കാണരുതോ? ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ വീട്ടിൽ നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. എന്തെല്ലാം കഷ്ടപ്പെട്ട വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ ഈ സർക്കാർ? ഞാൻ പുതുക്കുറിച്ചി ഹോസ്പിറ്റലിലെ ആശാ വർക്കറാണ്. ഈ സമരം ഇന്ന് 27ാം ദിവസമാണ്. പക്ഷേ നമ്മുടെ ഒരു അതിജീവന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾ 232 രൂപ കൊണ്ട് നമുക്കൊരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല. അത് കിട്ടണമെങ്കിൽ 10 മാനദണ്ഡം സ്വീകരിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നത് നമുക്ക് മിനിമം വേതനം 700 രൂപ അത് കിട്ടണമെന്നുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ പുറത്താണ് വന്നിട്ടുള്ളത്. 2021 നമ്മുടെ ഭരണാധികാരികൾ തന്നെ പറഞ്ഞു എല്ലാ തൊഴിലാളികൾക്കും 700 രൂപ മാനദണ്ഡം മിനിമം വേതനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നമ്മൾ ഈ സമരത്തിന് വന്നതിന് കാരണം തന്നെ 3 മാസത്തെ ഓണററി ഇൻസെൻറ്റീവ് മുടങ്ങി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സമരത്തിന് വന്നത് തന്നെ. എല്ലാ പ്രാവശ്യവും ഇതുപോലെയാണ്. നമുക്ക് അതാത് മാസങ്ങളിൽ തരാതെ 2-3 മാസത്തിൽ മുടക്കം വരികയും അത് കഴിഞ്ഞ് എന്താ പറയുക, ഈ ഓരോ പ്രാവശ്യവും സമരം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് 1 മാസത്തെ ഇൻസെൻറ്റീവായിട്ടോ ഓണറേറിയമായിട്ടോ തരുന്നത്. അതിനാൽ എല്ലാ കാരണവും നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ജോലി ഭാരം കൂടുതലാണ്. ഇപ്പോൾ പറയുന്നത് നമ്മൾ വോളണ്ടിയേഴ്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. സത്യമാണ്, നമ്മൾ വോളണ്ടിയേഴ്സായിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. അന്ന് നമുക്ക് 1000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതും സത്യമാണ്. കഴിഞ്ഞ ഭരണാധികാരികൾ നമുക്ക് 1000 രൂപയെ തന്നുള്ളൂ എങ്കിലും നമുക്ക് 1-2 അല്ലെങ്കിൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ജോലി ചെയ്താൽ മതിയാമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നമ്മൾ ജോലി ചെയ്യണം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലിക്ക് പോകാനുള്ള സമയമില്ല. അതുമല്ല, അധിക ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഫീൽഡ് തലത്തിലായിരുന്നാലും ഹോസ്പിറ്റലിലായിരുന്നാലും NCD ആയിരുന്നാലും വയോധിക ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് നോക്കി റിപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് 232 രൂപ കൊണ്ട് ഒരു ദിവസം നമ്മൾ ഓടുന്ന ബസ്സിന് പോലും നമുക്ക് തികയുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമരത്തിന് ഇറങ്ങിയത്. ഈ വനിതാ ദിനത്തിൽ അവർ തീർത്തും പ്രതീക്ഷയിലാണ്. സർക്കാർ അവരെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത്. അവരും മനുഷ്യരാണ്.
ആശമാർ ഒരിക്കലും സർക്കാരിൻ്റെ അടിമകളല്ല. അവർക്കും ജീവിക്കണം. അവരും കുടുംബം പുലർത്തുന്ന ഭാര്യയാണ്, അമ്മയാണ്, സഹോദരിയാണ്.